കുറ്റാന്വേഷണം അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർ എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക? കേസന്വേഷണത്തിൻ്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊലയാളി വെറുതെയിരിക്കുമോ? ഇല്ലല്ലോ. എല്ലാ ഭാഗവും മുഴുവനും നിങ്ങൾ വായിക്കും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. നിങ്ങളും കൂടെ വരണേ. പക്ഷേ അവൻ യാതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. നേരത്തെ മുതലേ ഇഷ്ടമില്ലാത്ത കാര്യം. അവന് അതിൻ്റെ ബാധ്യത കഴിയുകയുമില്ല. ചാത്തന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അയാൾ ആ കുടുംബത്തെ ദ്രോഹിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നാൽ അത് നിനക്ക് ദോഷം ചെയ്യില്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി വരുന്നത് വരട്ടെ എന്നാണ്. നമ്മളൊന്നും ഇത്രകാലം ഭൂമിയിൽ ജീവിക്കാം എന്ന് ആരോടും കരാർ ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. അന്നേരം പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുകയും ചെയ്തില്ല. താല്പര്യമില്ലാത്ത കാര്യം ഏറ്റെടുത്തതിൻ്റെ വിഷമം അവനുണ്ടായിരുന്നു. പിന്നെയും വല്ലപ്പോഴുമൊക്കെ കാണുമായിരുന്നു. ചിലപ്പോഴൊക്കെ സംസാരിക്കും, ചിലപ്പോഴൊക്കെ സംസാരിക്കാതിരിക്കും. അതിനിടയിൽ അവൻ കല്യാണം കഴിച്ചു. കുടുംബവും വലുതായി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനിടയിലാണ് ഇവിടെ പുതിയ റോഡ് വരുന്നു എന്നും ഈ പ്രദേശമാകെ വല്ലാതെ വികസനം പ്രാപിക്കും എന്നുമൊക്കെ കേട്ടത്. ആദ്യമൊന്നും ആർക്കും അത് വിശ്വാസമായില്ല. ഇവിടുത്തെ സ്ഥലങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറുകിടക്കാരനായിരുന്നു അന്ന് ഉമ്മച്ചൻ. അന്നയാൾ മുതലാളിയായിരുന്നില്ല. റോഡിനു വേണ്ടി സ്ഥലം വാങ്ങി കൈമാറുന്ന സ്വഭാവവും ഉമ്മച്ചന് ഉണ്ടായിരുന്നു. റോഡിനു വേണ്ടി ചാത്തൻ പറമ്പിൽക്കാരുടെ സ്ഥലം ആവശ്യമേയില്ല. പക്ഷേ അവരുടെ സ്ഥലത്തിൻ്റെ അതിർത്തിയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. അതും അവരുടെ സ്ഥലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റോഡ് കിട്ടും. അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു പള്ളിയും വന്നു. പള്ളി വന്നതോടെ അവിടെ 1-2 കച്ചവട പീടികകൾ തുടങ്ങി. അത് ആ നാടിൻ്റെ വളർച്ചയുടെ ആരംഭമാണെന്ന് എല്ലാവരും പറഞ്ഞു. സ്ഥലത്തിന് വില കുറേശ്ശെ കൂടാനും തുടങ്ങി. ഒരു ദിവസം തേങ്ങയിടാൻ പോയപ്പോൾ ശങ്കരൻ എന്നോട് പറഞ്ഞതാണ്, ഈ സ്ഥലം വിൽക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട്. വിറ്റാൽ പിന്നെ ഇവിടം വിട്ടു പോകണ്ടേ? അതിന് മനസ്സനുവദിക്കുന്നില്ലടാ. ഒരുവിധം നല്ല വിലയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൊടുക്കാനും എല്ലാവരെയും വിട്ടു പോകാനും താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം കൊടുക്കാത്തതാണ്. വിറ്റു കുറച്ച് പണം കിട്ടിയിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് അവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചാൽ നടക്കുമോ? നീയെങ്ങും പോകണ്ടടാ. വല്ലപ്പോഴുമെങ്കിലും കാണാമല്ലോ. വല്ല തെങ്ങിൽ നിന്നും വീണ് ഞാൻ ചത്തുപോയാൽ കാണാനെങ്കിലും നീ വരുമല്ലോ. അറം പറ്റുന്ന വർത്തമാനമൊന്നും പറയരുത് പീതാംബര. നിനക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ശ്രദ്ധിക്കണം എന്ന് മാത്രം. അത് നീ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്ന് അത്രയും പറഞ്ഞു പോന്നതാണ്. പിന്നത്തെ തവണ ഞാൻ തേങ്ങയിടാൻ ചെല്ലുന്നതിന് മുൻപ് തന്നെ അവർ അവിടെ ഇല്ലെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ പറമ്പിൽ ഉമ്മച്ചൻ മുതലാളിയുടെ ആളുകൾ പണിയെടുക്കാൻ തുടങ്ങി. ആ പറമ്പിൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യവുമില്ല എന്നാണ് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാലും വെറുതെ അവിടെ വരെ ഒന്ന് പോയതാണ്. ശങ്കരനോ മറ്റോ അവിടെ ഉണ്ടെങ്കിൽ അടുത്ത തവണത്തെ തേങ്ങയിടലിനുള്ള സമയം ആകാറായി. അതും കൂടി ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആകെ മാറ്റമാണ്. പറമ്പിലുണ്ടായിരുന്ന തെങ്ങും മറ്റു മരങ്ങളുമെല്ലാം മുറിച്ചു മാറ്റുകയാണ്. അത് ചെയ്യുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നിയതുകൊണ്ട് ഞാൻ വെറുതെ അവരിലൊരാളോട് ചോദിച്ചു. അപ്പോൾ അവരുടെ മറുപടി അല്പം പുച്ഛത്തോടെയായിരുന്നു. ചാത്തൻ പറമ്പിൽക്കാർ ഈ സ്ഥലമൊക്കെ വിറ്റുപോയ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കൂട്ടുകാരനായിട്ടും അയാൾ നിങ്ങളോട് പറയാതെയാണോ സ്ഥലം വിറ്റുപോയത്? കൊള്ളാം, നല്ല കൂട്ടുകാരൻ തന്നെ. ഉമ്മച്ചൻ്റെ പണിക്കാരിൽ ഒരാളായ അമ്പുവാണ് അത് പറഞ്ഞത്. അമ്പുവിൻ്റെ സംസാര ശൈലി തന്നെ അങ്ങനെയാണ്. ചെറുപ്പക്കാരനാണ് അമ്പു. അവൻ ഈ സ്ഥലം വിൽക്കുന്നില്ല എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. പിന്നെന്താണാവോ പെട്ടെന്ന് തീരുമാനം മാറ്റിക്കളഞ്ഞത്?
അങ്ങനെ പറഞ്ഞതൊക്കെ ആയിരിക്കും. നല്ല വില കിട്ടിയാൽ പിന്നെ ആരാണ് സ്ഥലം കൊടുക്കാത്തത്? പൊന്നും വിലയല്ലേ കിട്ടിയത്. എന്നിട്ട് അവരെങ്ങോട്ടാണ് പോയത് എന്നറിയില്ലല്ലോ അമ്പു. നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാനും പോയില്ല. ഉമ്മച്ചൻ്റെ അടുത്ത സഹായി ഒരു വാസു ഉണ്ട്. നാട്ടുകാരവനെ വിളിക്കുന്ന പേര് നീർനായ വാസു എന്നാണ്. അത്രയും നേരം അമ്പു വർത്തമാനം പറഞ്ഞതുപോലും വാസുവിന് ഇഷ്ടപ്പെട്ടില്ല. അയാളായിരുന്നു ആ പറമ്പിലെ എല്ലാ മരങ്ങളും മുറിച്ചൊഴിവാക്കുന്നതിൻ്റെയും നിരപ്പാക്കുന്നതിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വക്കാരൻ. അയാൾക്ക് പറ്റിയ പണി തന്നെ. അയാൾ അന്നേ തല്ലിപ്പൊളിയാണ്. ആരോടും മിണ്ടുകയും മറ്റുമില്ല. തല്ലും കുത്തും ഒക്കെയാണ് സ്ഥിരമായ തൊഴിൽ ഉണ്ടായിരുന്നത്. അയാൾ ഇങ്ങോട്ട് മിണ്ടുകയുമില്ല. തനിക്ക് അയാളുടെ സ്വഭാവം അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ അയാളോടൊന്നും മിണ്ടാൻ പോയില്ല. ഉമ്മച്ചൻ മുതലാളിയെയാണെങ്കിൽ എനിക്കറിയാം. അയാളവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും വിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ അവിടെ നിന്നും തിരിച്ചു പോന്നതാണ്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. മുൻപ് കണ്ടതിൽ പിന്നെ ശങ്കരനെ കണ്ടിട്ടുമില്ല. ശങ്കരനെ എന്നല്ല, ആ വീട്ടിലെ മറ്റ് ആരെയും കണ്ടിട്ടില്ല. അവരെങ്ങോട്ടാണ് പോയത് എന്നറിയില്ലാത്തതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല. പീതാംബരൻ ഇപ്പോൾ പറഞ്ഞ ആ വാസുവല്ലേ ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്? പക്ഷെ അത് ഈ നാട്ടിൽ വച്ചല്ലല്ലോ. അയാൾ ഇവിടെ നിന്ന് താമസം പോയിരുന്നോ? കൊല്ലും കൊലയുമായി നടക്കുന്നവനെ ആരെങ്കിലും കൊന്നുകളയുകയല്ലേ ഉള്ളൂ. അതിൽ വലിയ അതിശയമൊന്നുമില്ല. അയാൾ ഇവിടെ നിന്നും സ്ഥലം വിറ്റുപോയി കാണും. ഇവിടെ അയാൾക്ക് സ്ഥലമുണ്ടായിരുന്നോ എന്നും അറിയില്ല കേട്ടോ. എങ്ങോട്ടാണ് അവൻ പോയത് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആരും പറഞ്ഞു കേട്ടുമില്ല. പീതാംബരന് വാസുവിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം താല്പര്യമുണ്ടെന്ന് അയാളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം. അപ്പോൾ വാസുവിനെ ആരെങ്കിലും അംഗീകരിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അയാളോടുള്ള ഭയം കൊണ്ട് മാത്രമായിരിക്കും. പീതാംബരനിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ പരമാവധി പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ ശരിയാവുകയില്ല. പിന്നെ അയാളെ കാണണമെങ്കിൽ അന്വേഷിച്ചു പോകേണ്ടി വരും. ഇതിപ്പോൾ ആകസ്മികമായി കണ്ടുമുട്ടുകയും ചെയ്തു. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ബാക്കി കൂടി എങ്ങനെയും ചോദിച്ചറിയണം. ഇപ്പോൾ കൊല്ലപ്പെട്ടതായി പറയുന്ന ചാത്തൻപറമ്പിലെ ശങ്കരന് ആരെങ്കിലും ശത്രുക്കളുള്ളതായി അറിയാമോ? ഈ നാട്ടിൽ തന്നെ ആരെങ്കിലും വിരോധികൾ അല്ലെങ്കിൽ അയാളോട് എതിർപ്പുള്ളവർ ഉണ്ടായിരുന്നോ? പീതാംബരൻ അല്പസമയം ആലോചിച്ചു. എന്നിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ശങ്കരനോട് ആർക്കും ശത്രുതയുള്ളതായി എനിക്കറിയില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയുള്ളതായിരുന്നില്ല. പിന്നെ അവൻ്റെ പ്രവൃത്തികളോടും അവരുടെ വീട്ടുകാരുടെ പൂജ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ എതിർപ്പുണ്ടാകാം. അങ്ങനെ എതിർപ്പുള്ള ആളുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വെറും എതിർപ്പ് മാത്രമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് എതിർപ്പും പെട്ടെന്ന് ഒരു ദിവസം വിരോധമായി പരിണമിക്കാം. ചിലപ്പോൾ അതൊരു കൊലപാതകത്തിലും എത്തി നിൽക്കാം. നിർബന്ധമില്ല, അതിനുള്ള സാധ്യതയുണ്ട്. വെറുതെ കളയാൻ കഴിയാത്തതുകൊണ്ട് അതിനെയും കണക്കിലെടുക്കണം. ആർക്കാണ് അങ്ങനെയാണെങ്കിൽ ശങ്കരനോട് എതിർപ്പുണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ എതിർപ്പ് ശങ്കരനോടല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ കുടുംബക്കാർ നടത്തി വന്ന ചാത്തൻ സേവയോടാണ്. അന്നിവിടെ യുക്തിവാദികളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാവ് ഒരു പുരുഷോത്തമനായിരുന്നു. അയാൾക്ക് ശങ്കരൻ്റെ കുടുംബത്തിൻ്റെ ചാത്തൻ സേവയോട് എതിർപ്പായിരുന്നു. അയാൾ അതിനെതിരെ പ്രചാരണവും നടത്തിയിരുന്നു. ആ എതിർപ്പും പ്രചാരണവും ചിലപ്പോൾ ശങ്കരനുമായി എന്തെങ്കിലും കശവിശയിലേക്ക് നയിക്കുകയും അത് അവസാനം ഒരു കൊലപാതകത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. കാണേണ്ടവരുടെ ലിസ്റ്റിലേക്ക് പുരുഷോത്തമൻ്റെ പേരുകൂടി ജീവൻ എഴുതി ചേർത്തു. ഈ പുരുഷോത്തമൻ ഇപ്പോൾ എവിടെയുണ്ട്? അയാളിപ്പോൾ യുക്തിവാദമൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിമുക്കിൽ ഒരു കട തുടങ്ങി ദൈവവിശ്വാസിയായി ജീവിക്കുകയാണ്. ഒട്ടുമിക്ക യുക്തിവാദികളും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒഴിവാക്കി ദൈവവിശ്വാസത്തിലേക്ക് തിരിയുന്നതാണ്
സാധാരണ കാണാറുള്ളത്. ജീവനും സംഘവും തൽക്കാലം ലഭിക്കേണ്ടത് എന്തൊക്കെയോ ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോഴാണ് പീതാംബരൻ്റെ ചോദ്യം വരുന്നത്. വിവരങ്ങളൊക്കെ എന്നോട് ചോദിച്ചെങ്കിലും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഞാൻ ചോദിച്ചുമില്ല. ഞങ്ങൾ ചാത്തൻ പറമ്പിൽക്കാരുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വരാത്തതാണ്. അപ്പോഴേക്കും ജോസ് മാത്യു ഓർമ്മിപ്പിച്ചു. ഇനിയും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരും. ഞങ്ങളെ സഹായിക്കണേ പീതാംബരൻ ചേട്ടാ. പീതാംബരൻ തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കെല്ലാം പേടിയാണ്. കുറ്റമൊന്നും ചെയ്തിട്ടല്ല, എന്നാലും ഒരു ഭയം, അത്ര തന്നെ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പോലും പറയാൻ നിൽക്കില്ലായിരുന്നു. കേസും ബുക്കാറുമൊക്കെ ആയെങ്കിൽ പിന്നെ സാക്ഷി പറയാൻ കോടതിയിൽ പോകേണ്ടി വരും. എന്തിനാ വെറുതെ പുലിവാല് പിടിക്കുന്നത് എന്നാണ് ആളുകൾ വിചാരിക്കുക. പീതാംബരനും സമാനമായി തന്നെ ചിന്തിച്ചിരുന്നു. പക്ഷേ അറിയാതെ പറഞ്ഞു പോയല്ലോ. ഇനിയിപ്പോൾ സാക്ഷി പറയേണ്ടി വന്നാലും പോവുക തന്നെ, അല്ലാതെ രക്ഷയില്ല. രാവിലെ വന്നു ചേർന്ന ഓരോ പുകിലുകൾ. പുറത്തിറങ്ങിയ 4 പേരും ഒന്ന് ആലോചിച്ചു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. പീതാംബരൻ പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ വിചിന്തനത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പുരുഷോത്തമനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അയാൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. അതിനുശേഷം വേറെയും കാണേണ്ടവരുണ്ട്. അവരെല്ലാവരും കൂടി പുരുഷോത്തമൻ്റെ കടയിലേക്ക് പുറപ്പെട്ടു. അവർ ആ കട കണ്ടുപിടിച്ചു. ഇവിടം 10 കൊല്ലം മുൻപ് ഒരു ഗ്രാമമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസപ്പെടും. ഇപ്പോൾ എന്തുമാത്രം കച്ചവടപ്പീടികകളാണ്. അതിനിടയിൽ നിന്നും ഒരു കട കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി. കടയുടെ സ്ഥാനത്തിൻ്റെ ഏകദേശ സൂചന പീതാംബരനിൽ നിന്നും ലഭിച്ചതുകൊണ്ട് കാര്യം എളുപ്പമായി. അങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവൻ ജോസിൻ്റെ ഫോൺ റിങ് ചെയ്തത്. കോൾ അറ്റൻഡ് ചെയ്ത അദ്ദേഹത്തിന് ഫോണിലൂടെ കേട്ട വിവരം അവിശ്വസനീയമായിരുന്നു എന്നത് ആ ഭാവം വ്യക്തമാക്കി. ആകാംക്ഷയോടെയുള്ള ചോദ്യമാണ് പിന്നീട് കേട്ടത്. എപ്പോഴായിരുന്നു സംഭവം? അതിനെന്തോ മറുപടി കിട്ടിയപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. എവിടെ വെച്ചാണ്? അതിനും മറുപടി എന്തോ കിട്ടിയിട്ടുണ്ട്. ആഗ്രഹിക്കാത്ത എന്തോ ഒന്നുകൂടി സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മാത്രം കൂടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായി. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും കുറവുകളും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. കുറിക്കുന്നത് കുറച്ചായാലും മതി. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരം. നാളെ അടുത്ത ഭാഗവുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നേരുന്നു. ഓക്കേ.